നല്ല ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകളിൽ വളരെ എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ കേസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ പലരും സ്റ്റോക്കുകൾ വാങ്ങുന്നത് അതിൽ നിന്നുള്ള വിലയുടെ ഉയർച്ച മാത്രം കണ്ടിട്ടല്ല. ആ സ്റ്റോക്കുകൾ കൃത്യമായിട്ട് ലാഭം വീതം വെച്ച് നമുക്ക് തരുന്നുണ്ടോ, അതുപോലെ തന്നെ സ്റ്റോക്കുകളിൽ അഡീഷണലായിട്ട് വരുന്ന അല്ലെങ്കിൽ കമ്പനികൾക്ക് അഡീഷണലായിട്ട് ഉണ്ടാകുന്ന ലാഭം കൃത്യമായിട്ട് വീതം വെക്കുന്നുണ്ടോ, അത് സ്റ്റോക്ക് സ്പ്ലിറ്റുകളായിട്ടോ ബോണസുകളായിട്ടോ അല്ലെങ്കിൽ ഡിവിഡൻറ്റുകളായിട്ടോ ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ ആഗ്രഹിച്ചുകൊണ്ടാണ് പലരും സ്റ്റോക്കുകൾ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർഗം വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ജീവിത ചെലവുകൾ മുട്ടിച്ച് പോകാൻ പറ്റുന്ന ആളുകൾ നമ്മളുടെ പരിചയത്തിൽ നമ്മളുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ കാലം മുമ്പ് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഡിവിഡൻറ്റ് തരുന്ന സ്റ്റോക്കുകളിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയൊരു എണ്ണം സ്റ്റോക്കുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഡിവിഡൻറ്റ് തരുന്ന സ്റ്റോക്കുകൾ, എല്ലാ വർഷവും കൃത്യമായിട്ട് ഡിവിഡൻറ്റ് തരുന്ന സ്റ്റോക്കുകൾ നമ്മളുടെ മാസ വരുമാനത്തിനുള്ളിലേക്ക് ഒരു അഡീഷണൽ കോമ്പണൻ്റായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തും. അങ്ങനെ കൃത്യമായിട്ടുള്ള ഡിവിഡൻറ്റ് തരുന്നതും ഓരോ കൊല്ലവും ഡിവിഡൻറ്റിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സ്റ്റോക്കുകളെ ഒരു സ്മോൾ കേസ് രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സ്മോൾ കേസിനെ പറ്റി ഇന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം. ഈ സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളിൽ ആണ് ഈ സ്മോൾ കേസ് എന്ന് പറയുക. ഈ സ്മോൾ കേസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് ഈ സ്മോൾ കേസ് വാങ്ങുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഡിമാറ്റ് അക്കൗണ്ടുകളാണ് സെറോദയും 5 പൈസയും. ഈ സെറോദയിലും 5 പൈസയിലും നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്മോൾ കേസുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടും സാധിക്കും. ഈ ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസിനെ പറ്റിയിട്ടുള്ള ഡെമോ നമുക്കൊന്ന് കാണാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സ്മോൾ കേസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഡിസ്കവർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഞാൻ ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. അപ്പോൾ കാണിക്കുന്നതാണ് ഈ ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്മോൾ കേസ്. ഇതൊരു മോഡറേറ്റ് റിസ്ക് ആയിട്ടുള്ള ഒരു സ്മോൾ കേസാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് 1 ഇയറിലുണ്ടായിട്ടുള്ള ഗ്രോത്ത് ആണ് നിങ്ങൾ ബ്ലൂ ലൈനിൽ കാണുന്നത്. സാധാരണ ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കിനേക്കാൾ വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളുടെ കൂട്ടമാണ് ഈ ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക്. അത് തയ്യാറാക്കിയിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 45,019 രൂപ എന്ന് കാണിക്കുന്നത്. ഇന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്രയും രൂപ കൊടുത്താൽ ആ സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതിൽ പല സമയങ്ങളിലുള്ള ഗ്രാഫുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതിൻ്റെ ഗ്രോത്ത് കണ്ട് മനസ്സിലാക്കുന്നതിനായിട്ട്. എന്തായാലും ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കുകളുടെ കൂട്ടമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഉള്ളത് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ സ്റ്റോക്സ് ആൻഡ് വെയ്റ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. ഈ സ്റ്റോക്സ് ആൻഡ് വെയ്റ്റ്സിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്കുകൾ മുഴുവൻ കാണാനായിട്ട് സാധിക്കും. ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഫിനാൻസ്, ഫിനോലെക്സ്, HDFC, ഇൻഫോസിസ്, ITC, ലാ ഒപ്പാല, റിലയൻസ് അടക്കമുള്ള എല്ലാ സ്റ്റോക്കുകളും അതിൽ ഉണ്ട്. ഇപ്പോൾ 45,019 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ എന്തുമാത്രം എണ്ണം സ്റ്റോക്കുകളാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാനായിട്ട് ഇതിൻ്റെ വെയിറ്റേജ് ഒന്ന് നോക്കിയാൽ മതിയാവും. ഷെയർസ് എന്നുള്ള സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ് 2 എണ്ണം, ബജാജ് ഫിനാൻസ് 1 എണ്ണം, ഫിനോലെക്സ് 10 എണ്ണം, ITC 10 എണ്ണം, അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഈ 45,000 രൂപയോളം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കുകൾ. അപ്പോൾ നമ്മൾ ഈ 45,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന എമൗണ്ടിന് ആ സ്റ്റോക്കുകൾ വാങ്ങി നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലാർജ് ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയും ഒരു നല്ലൊരു ബ്ലെൻഡാണ്. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്കിത് നേരിട്ട് ഇവിടെ നിന്ന് ബൈ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാനും സാധിക്കും.
നിങ്ങൾ ഈ ഡെമോയിൽ കണ്ടിരിക്കും അല്ലേ, വളരെ നല്ല കമ്പനികൾ ഡിവിഡൻഡ് തരിക എന്നുള്ളത് മാത്രമല്ല, വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വളരെ നല്ല കമ്പനികൾ കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് അവസാനത്തെ 10 വർഷമെങ്കിലും കൃത്യമായിട്ട് വളരെ ഉയർന്ന രീതിയിൽ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനികളെയാണ് ഈ സ്മോൾ കേസായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഈ ഒരു സ്മോൾ കേസിൽ നിങ്ങൾ നിക്ഷേപിച്ചാലുള്ള ഗുണം 2 തരത്തിലാണ്. ഒന്ന്, ആ കമ്പനികളുടെ പ്രവർത്തനത്തിൻ്റെ ഗുണമനുസരിച്ച് നിങ്ങളുടെ ഷെയറിൻ്റെ വാല്യൂ കൂടാനും, അതേപോലെ തന്നെ കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു റെക്കോർഡുള്ള കമ്പനികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് ലാഭവിഹിതം കൃത്യമായിട്ട് ലഭിക്കാനുമുള്ള സാധ്യതയാണ് ഈ സ്റ്റോക്കുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സ്മോൾ കേസ് വാങ്ങാം. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പറാണ് നിങ്ങളിവിടെ കാണുന്നത്, 8848030018 ആണ്. അതുമാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് 2 നല്ല സ്മോൾ കേസുകളെ പറ്റിയും കൂടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.